ഇത് ചൂടുകാലമാണ്. പാമ്പുകൾ മാളം വിട്ട് പുറത്തേക്ക് വിഹരിക്കുന്ന സമയം. കൺകുളിർക്കെ കണ്ടും മതിയാവോളം സ്നേഹിച്ചും ലാളിച്ചും പൊതുതീരാത്ത കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എത്ര ജീവനുകളാണ് പാമ്പ് കടിയേറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് നഷ്ടമായത്. മരണം പാമ്പ് കടിയേറ്റായതുകൊണ്ട് ഭരണ സംവിധാനങ്ങളുടെ അനാസ്ഥയെന്നോ ചികിത്സാ പിഴവെന്നോ തുടങ്ങിയ രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്കും അന്ത്യചർച്ചകൾക്കും ഇന്ന് പ്രസക്തിയില്ല. എങ്കിലും ഒന്ന് കരുതിയിരുന്നുവെങ്കിൽ ഈ ആപത്തിനെ അതിജീവിക്കാൻ ഒരു പരിധിവരെ നമുക്ക് കഴിയാൻ. സത്യത്തിൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്. ചൂടേറുമ്പോൾ ഇഴജന്തുക്കളെ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കേണ്ടതുണ്ടോ? കാരണം ഈ ചൂടുകാലത്താണ് ഏറ്റവും കൂടുതൽ പാമ്പുകടിയേറ്റുള്ള അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് പൊതുവെയുള്ള നമ്മുടെയൊക്കെ ഒരു വിശ്വാസം. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ പ്രതിവിധി എന്താണ്? നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. അതും അടിയന്തരമായി തന്നെ അന്വേഷിക്കേണ്ടതുണ്ട്. അതിനായി ഈ വിഷയത്തിൽ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാമ്പിനെക്കുറിച്ച് അറിയാവുന്നതും പാമ്പിൻ്റെ ജീവശാസ്ത്രവും എല്ലാം നമ്മൾ പറയില്ല, സാധാരണ ഒരു ഭാഷയിൽ നമ്മൾ പറയും അരച്ച് കലക്കി കുടിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരാളെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള വ്യക്തി, പാമ്പുകളുടെ തോഴൻ എന്നാണ് നമ്മൾ മലയാളികൾ അദ്ദേഹത്തെ ഓമന പേരിട്ട് വിളിച്ചിരിക്കുന്നത്. അതെ, സാക്ഷാൽ വാവ സുരേഷ് ഇന്ന് ജീവൻ ടിവിയോടൊപ്പം ചേരുകയാണ്. നമസ്കാരം വാവ സുരേഷ്. നമ്മൾ പണ്ട് ഒരു 10 വർഷത്തിന് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനുശേഷമുള്ളൊരു കൂടിക്കാഴ്ച. ഈ കൂടിക്കാഴ്ചയുടെ ഒരു പ്രസക്തി അറിയാമല്ലോ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ 3-4 ദിവസങ്ങളിലായി കേരളം വളരെ ഗൗരവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് പാമ്പ് കടിയേറ്റ് കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടമാകുന്നു. അതുപോലെ തന്നെ പ്രായമേറിയവർക്ക് പാമ്പ് കടിയേറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ റിപ്പോർട്ട് ചെയ്തു മരണം സംഭവിച്ചിരിക്കുന്നു. പാമ്പ് കടി എന്ന് പറയുന്നത് നിത്യസംഭവമാണ്. പക്ഷേ ഇപ്പോൾ പൊതുവെയുള്ളൊരു സംസാരം വരുന്നത് ഈ ചൂടുകാലത്ത് ഇഴജന്തുക്കളെ നമ്മൾ കരുതിയിരിക്കണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം വരുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു പൊരുളെന്താണ്? അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് പാമ്പ് കടി ഉണ്ടാവുന്നു എന്നുള്ളതല്ല, ഇത്രയും പാമ്പുകൾ കേരളത്തിൽ ഉണ്ടാവുന്നത് എങ്ങനെ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടത്. കാരണം ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ എപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒരു 3-4 എൻ്റെ ഒരു 39 വർഷത്തെ സർവീസിനിടയിൽ തിരുവനന്തപുരം സിറ്റിക്ക് അകത്തുനിന്ന് ഒരു വലിയ മൂർഖൻ പാമ്പിനെ പോലും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പോഴോ ഒരു 3-4 വർഷം കൊണ്ട് കിട്ടുന്ന മൂർഖനുള്ള നല്ല സൈസുള്ള മൂർഖൻ പാമ്പിന് കിട്ടും. അത് എവിടെ നിന്ന് വരുന്നു എന്ന് നമുക്കറിയില്ല, എങ്ങനെ വരുന്നു എന്ന് നമുക്കറിയില്ല. ഇതിൻ്റെ എന്താ വെച്ചാൽ ഇത്രയും പാമ്പുകൾ എങ്ങനെ പെരുകുന്നു. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പാമ്പിനെ പിടിക്കുന്ന പാമ്പുകളൊക്കെ നമ്മൾ കാട്ടിവിടുന്നു, വനംവകുപ്പിനെ പിടിക്കുന്ന പാമ്പുകൾ കാട്ടിവിടുന്നു. ഇതിനിടയ്ക്ക് കുറേ പാമ്പ് സംരക്ഷണമുണ്ട്. ഈ പാമ്പുകൾ എവിടെയാണ് പോകുന്നത്, എന്താണ് ചെയ്യുന്നത്, ഒരു കണക്കുകളില്ല ഇതുവരെ. പക്ഷേ വാവ, നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ചൂടാണ്. കാരണം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ ചൂടും പാമ്പുമായിട്ടുള്ള ഒരു ബന്ധം? പാമ്പുകളുടെ തണുത്ത രക്തമുള്ള ജീവൻ, ചൂടധികം ഇഷ്ടപ്പെടാത്തൊരു ജീവിയാണ്. പിന്നെ അത് മാത്രമല്ല നമുക്കറിയാം, എല്ലാ ആനിമൽസിനും വെള്ളം, ചൂട് കൂടുമ്പോൾ വെള്ളം അനിവാര്യമാണ്. പാമ്പും വെള്ളം കുടിക്കുന്ന ജീവൻ, വെള്ളം അനിവാര്യമാണ്. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ ഈ ചൂട് കൂടുന്ന സമയത്ത് ഒരു പ്രത്യേകതയുള്ളത്, സത്യം പറഞ്ഞാൽ ഒരു ഈ വരുന്ന പോസ്റ്റുകളെ പോലെയൊന്നുമല്ല. സത്യം പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നവംബർ, ഡിസംബർ, ജനുവരി പാമ്പുകളുടെ എണ്ണച്ചേരൽ സമയമാണ്. ഈ എണ്ണച്ചേരുന്നതിൽ 55 മുതൽ 60 ദിവസം വരെ എടുക്കും മുട്ടയിടാനായിട്ട്. ഈ 60 ദിവസം മുട്ടയിട്ട് കഴിഞ്ഞാൽ വീണ്ടും 60 ദിവസങ്ങൾക്ക് മുട്ട വിരിയാനായിട്ട്. ഇപ്പോൾ തള്ളപ്പാമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ മാളത്തിലിരുന്ന് കഴിഞ്ഞാൽ മാളത്തിൻ്റെ പരിസരം വിട്ട് ദൂരോട്ടൊന്നും പോകത്തില്ല. അപ്പോൾ ആ പരിസരത്ത് വെള്ളമൊന്നും കിട്ടില്ലെന്ന്, ഫുഡ് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ ഇവർ ഒരിക്കലും അവിടെ നിന്ന് മാറിപ്പോകത്തില്ല. പിന്നെ ഉണ്ടെന്ന് വെച്ചാൽ ഈ മുട്ട വിരിഞ്ഞു തുടങ്ങുമ്പോൾ പിന്നെ അവർ പുറത്തേക്ക് പോകുന്നു. ഇപ്പോൾ ആ സമയമാണ്. അപ്പോൾ ഈ ചൂട് സമയത്താണ് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പോകുന്നത്. മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പോകുന്നത്, അണലി പ്രസവിച്ച് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ തള്ളപ്പാമ്പുകൾ വെള്ളം കുടിക്കാനും ഭക്ഷണം തേടി നമ്മളെ വീടിൻ്റെ പരിസരത്തേക്ക് വരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളും ആ പരിസരത്തേക്കാണ് മുട്ടയിട്ട് ആ കുഞ്ഞുങ്ങൾ നമ്മളെ പറമ്പിലേക്ക് ചുറ്റി കിടക്കുന്നത്. അതാണ് ഈ വേനൽക്കാലത്ത് പാമ്പിൻ്റെ എണ്ണം ഇവിടെ കൂടാൻ സാധ്യത. സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ 99% വീടുകളിലും നമ്മൾ പാമ്പിനെ പിടിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ, ഒന്ന് ഈ ചെടിച്ചട്ടി വെക്കുന്ന ഒരു പ്രത്യേക കണ്ടിട്ടുണ്ട്, ഇൻ്റർലോക്ക് അടുക്കി ചെടിച്ചട്ടി വെക്കുന്നു. അപ്പോൾ ഈ കുഞ്ഞു പാമ്പുകളൊക്കെ ഒന്ന് ഇതിനകത്തിരിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നമുക്ക് ഒരു പ്രത്യേകം എന്ന് പറയുന്നത് നമ്മുടെ ഈ സിമെൻറ്റ് ബ്ലോക്ക്, അടിയിൽ ഹോളുള്ള സാധനം, അപ്പോൾ ഇതിനകത്ത് തവളയിരിക്കും, തവളയെ പിടിക്കാണ്ട് പാമ്പ് വരും. അപ്പോൾ ഇതൊക്കെ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. നമ്മൾ ചെടിച്ചട്ടികൾ അടുത്തടുത്ത് വെക്കാതിരിക്കുക. രണ്ടാമത്തെ കാര്യം വെച്ചാൽ, ഇപ്പോൾ ജനലടച്ച് കിടന്നെന്ന് പറഞ്ഞ് പാമ്പിന് വാലിനകത്തോടെ കയറി ഒന്നുമില്ല, അപ്പോൾ വരാൻ സാധ്യതയുള്ളൂ. വാല് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ചൂട് സ്ഥലത്ത് നിന്ന് ചില സമയത്ത് വീടിൻ്റെ വാതിലൊക്കെ തുറന്നിട്ടിട്ട് കാറ്റ് കയറട്ടെ എന്ന് പറഞ്ഞ് തുറന്നില്ല. അവിടെ ഒരു സംശയം, നമുക്ക് ആ ചർച്ച തുടരാം. എങ്കിലും സാധാരണ ജനങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത്, വീട് ഇപ്പോൾ മാർബിളിട്ട വീടാണെങ്കിൽ, ടൈലിട്ട വീടാണെന്നുണ്ടെങ്കിൽ ഈ പാമ്പ് കയറില്ല എന്നുള്ളൊരു ചിന്തയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സത്യാവസ്ഥ, ഒരു 10-40 വർഷങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ ടൈലിൽ മാർബിളൊന്നും പാമ്പ് കയറണം. കാരണം അന്ന് ടൈലും മാർബിളൊന്നും കണ്ടുപിടിച്ചില്ല, അന്ന് ചാണാമൊഴിയ തറകളായിരുന്നു.
അതുകൊണ്ട് തന്നെ അന്നത്തെ മുത്തശ്ശേർ അത് പറഞ്ഞിട്ടുണ്ട്, ഒരു ബന്ധവുമില്ല, എല്ലാ സർപ്പത്തിലും പാമ്പുകൾ എഴയാറുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ പാമ്പുകൾ പിടിവിടാൻ പറ്റുന്നത് വീടിനകത്തു നിന്നാണ് പിടിവിടാൻ പറ്റുന്നത്. വീട്ടിനകത്തു നിന്ന്, അത് മാർബിൾ ഇട്ട വീട്, ടൈലിട്ട വീട്, ഗ്രൈനൈറ്റ് ഇട്ട വീട്, പഴയ മൊസൈക്ക് ഇട്ട വീട്, ഇതിനകത്ത് നിന്നൊക്കെയാണ് പാമ്പിനെ കിട്ടുന്നത്. പിന്നെ പാമ്പ് കയറില്ല എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരായ കാരണം. അത് പണ്ടുള്ള മുത്തശ്ശിമാർ അന്ന് വെറുതെ പറഞ്ഞിരുന്ന ഒരു കഥ. അന്ന് ഇതൊന്നും കാണുന്നില്ലാത്തതുകൊണ്ട് അന്ന് നമുക്കൊരു പ്രത്യേകത. പണ്ടത്തെ എത്ര പാവപ്പെട്ട വീടായിരുന്നു. നമ്മൾ വീട്ടിൻ്റെ 4 ചുറ്റും ഒരു 10 അടി വീതിക്ക് നല്ല നീറ്റായിട്ട് തൂത്ത് വൃത്തിയാക്കി, നല്ല സന്ധ്യയാകുമ്പോൾ തൂത്ത് വൃത്തിയാക്കി, ചപ്പൊന്നുമില്ല, അത് കണ്ണാടി പോലെ ഇടുന്നു. എന്നിട്ട് വെള്ളം തെളിച്ചാൽ ചാണകമുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനം ഈ ചപ്പിക്കൂടെ വീട്ടിലേക്ക് വരികയില്ല. അപ്പുറം ചപ്പിക്കൂടെ ഒക്കെ മാറി. ഇപ്പം അങ്ങനെ വീടിനോട് ചെവറിനോട് ചേർന്നാണ് ചപ്പ് കിടക്കുന്നത്. അപ്പോൾ ഇവന് വന്ന് ഈ ഇതിനകത്തൊക്കെ ചേർന്ന് ചവറിൻ്റെ സൈഡിൽ കൂടെ സഞ്ചരിക്കാനും അടുത്ത എലിമാളുണ്ട് അതിനകത്ത് നിന്ന് ഇറങ്ങാനൊക്കെ സാഹചര്യമുണ്ട്. മറ്റേ നമ്മൾ സന്ധ്യയ്ക്ക് കാണുന്നു, വൃത്തിയാക്കണം, ദൂരെ നിന്ന് കാണാൻ പറ്റും. സന്ധ്യയ്ക്ക് എല്ലാവരും എപ്പോഴും വീട്ടിലുണ്ടാകും, സന്ധ്യ സമയത്ത് ആരെങ്കിലും പുറത്തുണ്ട്, അപ്പോൾ എഴഞ്ഞു വരുന്നത് കാണാൻ പറ്റും. ഇപ്പം അങ്ങനെ ഒരു സംവിധാനം ഇല്ല. കണ്ണ്, സ്മെല്ല്, അങ്ങനെയുള്ള ഒരു സംശയവും പാമ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. എന്താണ് ഇതിന്റെ ഒരു സത്യം? നല്ല പാമ്പുകൾക്ക് യഥാർത്ഥത്തിൽ നമ്മളെ പോലെ ഒരു കറക്റ്റായിട്ടൊരു വിഷനില്ല, മറ്റു മൃഗങ്ങളെ പോലെ ഒരു വിഷനില്ല. കാരണം ഇത് ബാബാ സുരേഷാണ്, അല്ലെങ്കിൽ സാറാണ്, അല്ലെങ്കിൽ അതൊരു പശുവാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു നായാണ് നിൽക്കുന്നത് കണ്ടറിയാം. ഒരു നിഴൽ പോലെ എക്സ്ട്രാ നെഗറ്റീവ് അഥവാ ഷാഡോ അഥവാ നിഴലായിട്ട് മാത്രമേ ഇവർക്ക് കാണാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല കേൾവിയില്ല. ചെവി ഉണ്ടെങ്കിലും തൊലിയുണ്ടുമുണ്ട്, കേൾക്കാൻ പറ്റും. തറയിലുണ്ടെന്ന് വൈബ്രേഷൻ തിരിച്ചറിയുന്നത്. പിന്നെ മൂക്കുണ്ടെങ്കിലും ശ്വസിക്കാനേ പറ്റുള്ളൂ, അത് സ്മെല്ലെടുക്കാൻ കഴിയില്ല. പിന്നെ ജേക്കബ് ഓർഗൻ എന്ന് പറഞ്ഞ സെൻസിങ് ഓർഗനിലേക്ക് മെസ്സേജ് കൊടുക്കുന്നത് ടങ്കാണ്, നാക്കാണ് മെസ്സേജ് കൊടുക്കുന്നത്. പിന്നെ കൈയും കാലും ഇല്ല. പിന്നെ അത് മാത്രമല്ല ചവച്ചരച്ച് കഴിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. പക്ഷേ ഇവർക്കൊരു പ്രത്യേകത, ഇതിന് ഇഴഞ്ഞ് പോകുമ്പോൾ ഒരിക്കലും 10 അടി, ഒരു 100 അടി നീളത്തിൽ അവിടെ ഒരു മാളത്തിലൊരു എലി ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരിക്കലും അവർക്ക് അത് കണ്ടുകൊണ്ടോ മൂക്കൊണ്ട് സ്മെല്ലെടുത്ത് അവിടെ പോകാൻ പറ്റില്ല. പിന്നെ എലിയൊക്കെ സഞ്ചരിക്കുന്ന പാതകളിൽ കൂടി എലി മോഷന് യൂറിന് പാസ് ചെയ്താണ് പോകുന്നത്. അതിൻ്റെ ഗന്ധം തിരിച്ചറിഞ്ഞാണ് ഇവർ അതൊരു സെൻസിൽ നാക്ക് വെച്ച് ടച്ച് അതിനാണ് മാളത്തിൽ വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെ വീടിൻ്റെ പരിസരത്ത് അവരുടെ ഫുഡായ സാധനങ്ങൾ എത്താതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വെച്ചാൽ ഏറ്റവും അനിവാര്യമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ജനങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ നിർത്തലാക്കേണ്ട ഒരു കാര്യം. നമ്മൾ ഡോഗിനെ സ്നേഹിച്ചോളൂ വേണ്ടെന്ന് പറയുന്നില്ല, തെരുവ് നായെ സ്നേഹിച്ചോളൂ വേണ്ടെന്നില്ല, തെരുവ് പൂച്ചയെ സ്നേഹിച്ചോളൂ വേണ്ടെന്നില്ല, പക്ഷികൾക്ക് വെള്ളം വെച്ചോളൂ വേണ്ട. പക്ഷേ ഒരെണ്ണം വീട്ടിൻ്റെ കോമ്പൗണ്ടിൽ വെക്കരുത്. നമ്മൾ മൃഗങ്ങളെ നോക്കുമ്പോൾ മനുഷ്യരെ പോലെ തന്നെ ഇപ്പോൾ ഒരു നായയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ പിന്നെ പ്രസവിക്കുന്നു, അതിന് പാല് കൊടുക്കുന്നു, അതിന് ആഹാരം കൊണ്ട് കൊടുക്കാനുള്ള ശ്രമം നടത്തുന്നു, കിളികളായാലും ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ പാമ്പുകളും അത്തരത്തിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയാൽ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ അതിനെ സംരക്ഷിക്കുന്ന ഒരു ഉത്തരവാദിത്വം പാമ്പുകൾ സാധാരണ ഒരു സംവിധാനമുണ്ട്. കാരണം മുട്ട വിരിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛൻ പാമ്പ് മക്കളെ തിന്നുന്നൊരു സവിശേഷതയുണ്ട്. അതുമാതിരി ഇവർക്ക് ഒരിക്കലും ഇത് എൻ്റെ കുഞ്ഞാണ്, അല്ലെങ്കിൽ എൻ്റെ അച്ഛനാണ്, അല്ലെങ്കിൽ എൻ്റെ അമ്മയാണെന്ന് തിരിച്ചാലുള്ള ഇപ്പോൾ ഒരു പ്രോസസ്സിങ് അല്ലെങ്കിൽ ഒരു സംവിധാനമൊന്നും പാമ്പുകൾക്കില്ല. അവർ പാമ്പിനെ ഹണ്ട് ചെയ്ത്, തള്ളപ്പാമ്പ് ഹണ്ട് ചെയ്ത് അല്ലെങ്കിൽ തീറ്റി പിടിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നില്ല. മറ്റ് ജീവികൾക്ക് പാമ്പിനതില്ല. ഇവർ സ്വയം വേട്ടയാടണം. അപ്പോൾ മുട്ട വിരിഞ്ഞൊരു 7 ദിവസം കഴിഞ്ഞ് പടം പൊഴിച്ച് 5-6 ദിവസം കഴിയുമ്പോൾ പടം പൊഴിക്കും. ആ പടം പൊഴിച്ചിട്ട് പിന്നെ ഇവർ എല്ലാം 4 വഴിക്ക് അങ്ങ് സ്പ്ലിറ്റായിട്ട് അങ്ങ് പോകുന്നു. തള്ളയുടെ വഴിക്ക് പോകുന്നു, മക്കളെ വഴിക്ക് പോകുന്നു. അല്ലാതെ ഒരിക്കലും മക്കളെന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകുന്ന സംവിധാനമൊന്നും പാമ്പുകളില്ല. മറ്റ് പക്ഷികൾക്കുണ്ട്, അണ്ണാനുണ്ട്, മരപ്പട്ടിക്കുണ്ട്, എല്ലാത്തിനും. പക്ഷേ ഇവർക്കതില്ല. നായ്ക്കൾക്കുണ്ട്, പൂച്ചക്കുണ്ട്. അനുബന്ധമായ ഒരു ചോദ്യം സാർ, പഴമക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഏതെങ്കിലും ഒരു കുഞ്ഞു പാമ്പിനെ നമ്മൾ തല്ലി കൊന്നു കഴിഞ്ഞാൽ അതിനൊരു പകയുണ്ടാവും മനസ്സിൽ. അപ്പോൾ അതിൻ്റെ കൂട്ടാളികളായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ കൂടെ പിന്നെ ജനിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ തള്ളയുണ്ടാവും. ഇത് പക മനസ്സിൽ വെച്ചുകൊണ്ട് ഈ തല്ലിക്കൊല്ലുന്ന ആളെ തെരഞ്ഞു പിടിച്ചു വന്ന് കടിക്കുമെന്നുള്ള അതൊരു അന്ധവിശ്വാസമായിരിക്കാം. പക്ഷെ അതിലേതെങ്കിലും രീതിയിലുള്ള ഒരു സത്യം നിലനിൽക്കുന്നുണ്ട്. അതിലെനിക്കൊരു കോമഡിയാണ് പറയാൻ പറ്റുന്നത് കേട്ടോ. ഈ സമയത്ത് കോമഡി പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാൽ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ കള്ളു കുടിച്ചിരിക്കുന്ന ഒരാളിന് അദ്ദേഹത്തിന് ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. അദ്ദേഹത്തിന് ഒരു കവല് വെച്ചാൽ ആരെങ്കിലും തല്ലിയാൽ അല്ലെങ്കിൽ ആരെങ്കിലും അടിച്ചാൽ കുറച്ച് ബോധം വിടുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളെ കൊണ്ടുവന്ന് തിരിച്ചടിക്കും. ഇതാണ് സത്യം മുത്തശ്ശി അവർ പണ്ട് പറഞ്ഞിരിക്കുന്ന ഒരു കഥ. അല്ലാതെ പാമ്പിന് അങ്ങോട്ട് പകയില്ല. ലോകത്ത് പകയില്ലാത്തൊരു ജീവിയാണ് പാമ്പ്. ഇപ്പോൾ ലോകത്ത് പകയുള്ള ഒരു വൃത്തിയിട്ട ജീവിയേ ഉള്ളൂ, അത് മനുഷ്യന്മാർ മാത്രം. ഹൈന്ദവരുടെ ഇടയിൽ നിൽക്കുന്ന ഒരു അന്ധവിശ്വാസമാണ് പാമ്പിനെ തല്ലിക്കൊന്നു കഴിഞ്ഞാൽ അതിൻ്റെ സർപ്പശാപം. ആ സർപ്പശാപം ഇപ്പോൾ മറ്റ് മതവിശ്വാസികളൊക്കെ അത്തരത്തിൽ, അതുകൊണ്ട് വീട്ടിൽ ഒരു പാമ്പ് കയറി വന്നു കഴിഞ്ഞാൽ കൊല്ലാൻ പലർക്കും മടിയാണ്. ഇത് എവിടെ നിന്നായിരിക്കും ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ മനുഷ്യർ? നല്ലതായിരുന്നു സാർ. യഥാർത്ഥം പറഞ്ഞാൽ ഹൈന്ദവ ആചാരപ്രകാരം ഏത് ആചാരപ്രകാരവും പാമ്പുകളെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കാനായിട്ട് ഒരിക്കലും പറയാതിരിക്കുക. ആരാധന വന്നതുകൊണ്ടാണ് ഇവ ഭൂമിയിൽ അവശേഷിക്കുന്നത്. ഇല്ലെങ്കിൽ ഭൂമിയിൽ ഒന്നും ഉണ്ടാവില്ല. എല്ലാത്തിനും അതൊരു വേറൊരു പ്രത്യേകത. ഈ ജീവി ഇല്ലാതെ വന്നിരുന്നുവെങ്കിൽ നമ്മൾ പറയില്ല, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച മരുന്ന് ഏതാണ്? കൊറോണയ്ക്കുള്ള വാക്സിൻ. നമ്മൾ വാക്സിൻ കണ്ടുപിടിച്ചിരിക്കുന്നു പാമ്പിൻ്റെ വനത്തിൽ നിന്ന്. ആ ക്യാൻസറിൻ്റെ വേദന സംഹാരി കണ്ടുപിടിച്ചിരിക്കുന്നു. പാമ്പടിയിട്ട് കൊടുക്കുന്ന മരുന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. ഹാർട്ട് അറ്റാക്ക് വന്നാൽ ഹാർട്ടിനകത്ത് രക്തം കണ്ടുപിടിച്ച് അലിയിപ്പിക്കുന്ന മരുന്ന് ചെയ്യുന്ന കൊയാഗുലിൻ കോമ്പൗണ്ട് കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ഇവ ഇല്ലാതെ വന്നുള്ള അവസ്ഥ എന്താണ്? അപ്പോൾ ഈ അന്നത്തെ പ്രായമുള്ള ആൾക്കാർ കണ്ടെത്തി ഇത് എന്തോ ഒരു അത്ഭുത ജീവിയാണ്.